ഹായ് ഹലോ, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 2 വലിയ ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി ഫുള്ള് കളയാതെ ഞാനാണെങ്കിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ട് അത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തു. അതുപോലെ തന്നെ കുറച്ച് മുളക്, ഇപ്പോൾ പിരിയ മുളകോ പാണ്ടിമുളകോ എല്ലാവരുടെ എരിവിനനുസരിച്ചുള്ള മുളക് എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് ഒരു കൈ മുളകെടുത്ത് അതും ഒന്ന് ചതച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 3 വലിയ സ്പൂൺ പെരിഞ്ജീരകം എടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ഉപ്പ്, പിന്നെ എരിവിനനുസരിച്ച് എല്ലാവർക്കും വേണ്ട അത്രയും ഉള്ള കുരുമുളക് പൊടി. അത് കഴിഞ്ഞ് നമ്മൾ ആ ചതച്ച് വെച്ചേക്കുന്ന ആ ഒരു മിക്സ്ചറൂടെ, അതായത് വെളുത്തുള്ളിയും ആ പെപ്പറും അതുപോലെ തന്നെ ആ പെരിഞ്ജീരകവും എല്ലാം ഇട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ആ ചിക്കൻ്റെ വെള്ളം ഒന്ന് ഇറങ്ങാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടി കൂട്ടി ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അടപ്പ് മൂടി വെച്ചിട്ട് ഒരു 15 തൊട്ട് ഒരു 18 മിനിറ്റ് വരെ നല്ലതായിട്ട് ചിക്കൻ്റെ വേവ് അനുസരിച്ചൊന്ന് അതൊന്ന് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാനിൽ കുറച്ച് എണ്ണ, അതായത് നമ്മൾ വളരെ കുറച്ച് എണ്ണയിലാണ് ഇത് മൂപ്പിച്ചെടുക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമായ ചിക്കൻ എടുത്തിട്ട് നല്ലതായിട്ട് വറുത്തെടുത്ത് നല്ല ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം.